നമസ്കാരം. നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അനൗൺസ് ചെയ്തത് 2023 കിട്ടിയതാണ് അനൗൺസ്മെന്റ്. അത് നാളെ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ന്യൂസിൽ അറിയാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, കോമൺലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്ക് LM എന്നുള്ള വെബ്സൈറ്റിൽ, ഗൂഗിളിന്റെ പ്രൊഡക്റ്റിൽ ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസിക് ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻ ഓഫ് what is the origin of this award, what are the eligibility criteria, what are the components of the award, പിന്നെ is the award always given every year or are there exceptions, list the last 5 recipients of ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമതുള്ളത് ഹൂ വൺ ദാദാ ഫാൽക്കെ അവാർഡ് ഇൻ 2023, അത് ആരാണെന്നുള്ളത്. കമ്പയർ മോഹൻലാൽസ് വർക്ക് to prior attendees to why he might have been chosen. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ എഫേർട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതും, സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളതും, അതിന്റെ കമ്മിറ്റി, ഹൗ ഡസ് ദിസ് അവാർഡ് കമ്പയർ വിത്ത് അതർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അപ്പോൾ ഇത് കൂടാതെ പലതരത്തിലുള്ള അച്ചീവ്മെന്റ് അവാർഡുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ. വാട്ട് ഈസ് എ ക്യാഷ് പ്രൈസ് അസോസിയേറ്റഡ് വിത്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആൻഡ് ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് ഓവർ ടൈം. അങ്ങനെ 10 കോമൺലി ആസ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ഗൂഗിളിന്റെ വെബ്സൈറ്റിൽ നമുക്ക് അടിച്ചു നോക്കാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. നോട്ട്ബുക്ക് LM.google.com വെബ്സൈറ്റിൽ വന്നു. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആഡ് സോഴ്സിൽ വേരിയസ് ആയിട്ടുള്ള സോഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഗൂഗിൾ ഡ്രൈവ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ലിങ്ക് കൊടുത്താലും മതി. സോഴ്സ് ആയിട്ട് വരുന്ന ലിങ്ക്, അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ടെക്സ്റ്റ്. അപ്പോൾ കോപ്പിഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ നോട്ട് പാഡിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 ചോദ്യം ഞാനിപ്പോൾ കാണിച്ച് അതിങ്ങ് കോപ്പി ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് കോപ്പിഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ നമുക്ക് Ctrl V കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 10 ചോദ്യം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് കോപ്പിഡ് ടെക്സ്റ്റ്, പേസ്റ്റ് യുവർ കോപ്പിഡ് ടെക്സ്റ്റ് ബിലോ ടു അപ്ലോഡ് ആസ് എ സോഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ക്വറി ആസ് എ സോഴ്സ് കൊടുത്ത് നോക്കാം, എന്താണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. സാധാരണ സോഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഈ പേസ്റ്റ് ചെയ്ത ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമ്മറി ഇവിടെ ഉണ്ടാവും. അതിപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ വരുന്നതാണ്. ദ സോഴ്സ് മെറ്റീരിയൽ കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഔട്ട്ലൈനിങ്. ഓക്കെ, സോ ടൈറ്റിൽ വന്നിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇത് ഓട്ടോമാറ്റിക് വന്നതാണ്. നമ്മൾ സോഴ്സിൽ ഒരു സോഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. സോഴ്സിൽ ആക്ച്വലി നമ്മൾ സോഴ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെയിം തന്നെ നമുക്ക് ഒന്ന് ഡിസ്കവറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. Discover something that you would like to learn about or click curious to explore a new topic. അപ്പോൾ പുതിയ ടോപ്പിക് അല്ല, നമുക്ക് ഓൾറെഡി ക്യൂരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 10 ചോദ്യങ്ങൾ ഇവിടെയും കൂടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സോഴ്സുകൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടും. അതിനുശേഷം നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില 10 സോഴ്സുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് PDF ഉണ്ട്, വെബ്സൈറ്റിന്റെ ലിങ്ക് ഉണ്ട്, വിക്കിപീഡിയ ഉണ്ട്, പല സോഴ്സുകൾ റാൻഡമായിട്ട് നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന വെബ്സൈറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. അത് 10 സോഴ്സ് റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ വരുന്നത്, ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ഈ സോഴ്സ് എന്ന് പറയുന്നത് പാനലാണ്, ലെഫ്റ്റ് പെയിന്. നടുക്ക് വരുന്നത് ചാറ്റ് ആണ്, വലതുവശത്ത് വരുന്നത് സ്റ്റുഡിയോ. സോഴ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സോഴ്സുകളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും. നമുക്ക് വേണേൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺചെക്ക് ചെയ്യാം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നതിന് അർത്ഥം അത് ഇമ്പോർട്ട് ചെയ്തെന്ന് അർത്ഥം. ഇമ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ ചെയ്യാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണ്ടെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താണ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് ആ ഡോക്യുമെന്റ് ഈ ഇവിടുത്തെ ഇതിന്റെ ഒരു സെർച്ചിൽ വരില്ല. ഓക്കെ, അപ്പം ടോട്ടൽ 11 സോഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു ടെക്സ്റ്റ് പോലെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അതുകൂടാതെ 10 സോഴ്സുകൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കാം, കാരണം ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു റിപ്പോർട്ട് ആവശ്യപ്പെടാം. ക്ലിക്ക് ഓൺ റിപ്പോർട്ട്. ക്രിയേറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ ടോട്ടലി 8 ഫോർമാറ്റിലുള്ള പിന്നെ പ്രീസെറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ മാനുവലായിട്ട് എഴുതി ചോദിക്കേണ്ട കാര്യമില്ല. ഇമ്പോർട്ട് ചെയ്ത ഡോക്യുമെന്റിനെ ക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് പ്രീ ഫിക്സ്ഡ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ക്രിയേറ്റ് യുവർ ഓൺ, അല്ലെങ്കിൽ ബ്രീഫിംഗ് ഡോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമ്മറി നമുക്ക് ഇവിടെ കിട്ടും. ബ്രീഫിംഗ് ഡോക്യുമെന്റിൽ നോക്കാം. അതുപോലെ തന്നെ സ്റ്റഡി ഗൈഡ്, നമുക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആദ്യം ബ്രീഫിംഗ് ഡോക്ക് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ക്വയറി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ബേസ്ഡ് ഓൺ ദിസ് 11 ഇമ്പോർട്ട് ചെയ്ത
ആ സോഴ്സിനെ ബേസ് ചെയ്തുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. നമുക്കൊന്നുകൂടെ പോകും റിപ്പോർട്ടിൽ. ബ്രീഫിംഗ് ടോക്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റഡി ഗൈഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഷോർട്ട് ആൻസർ ക്വിസ് സജസ്റ്റഡ് എസ്എ ആൻസേഴ്സ് ആൻഡ് ഗ്ലോസറി ഓഫ് കീ ടേംസ്. ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, 2 വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം. ബ്ലോഗ് പോസ്റ്റ് ഇൻസൈറ്റ്ഫുൾ ടേക്ക് അവേസ് ഡിസ്റ്റിൽഡ് ഇൻ ടു എ ഹൈലി റീഡബിൾ ആർട്ടിക്കിൾ. ഓക്കെ, അതും ഇരിക്കട്ടെ. അപ്പം 3 ക്വരി ഇവിടെ റൺ ആവുന്നുണ്ട്. ഇത് കറങ്ങുന്നതിൻ്റെ അർത്ഥം ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്യുമെന്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബ്രീഫിംഗ് ഡോക്യുമെന്റ്. ഈ റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നത് സ്റ്റഡി ഗൈഡ് പോലെയാണ്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, സ്കൂളിലുള്ള പിള്ളേരുടെ സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും പോലെയാണ് ഇതിന്റെ ഫോർമാറ്റ് വരുന്നത്. ക്വിക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. വാട്ട് ഇസ് എ പ്രൈമറി എയിം ഓഫ് നാഷണൽ അവാർഡ്? ചോദ്യം വരുന്നുണ്ട്. അതിന്റെ ആൻസറും ഓട്ടോമാറ്റിക് ഇത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി എയിം ഓഫ് നാഷണൽ അവാർഡ് ഈസ് ടു എൻകറേജ് ദ സെലക്ഷൻ പ്രോസസ് ഓഫ് ഈച്ച് റിഫറിംഗ് ഈസ് ടു ദിസ്. ദാദാ സാഹേബ് ഫാൽക്കെ ബോൺ. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന് ആരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരുന്നുണ്ട്. 4 മെയിൻ സെക്ഷൻസ്. ലെജൻഡറി. ഇതിനെ ഈ നാഷണൽ അവാർഡിനെ ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരുന്നുണ്ട്. നാഷണൽ അവാർഡിനാണ് ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. Instituted in 1969, it is the highest honor in Indian cinema, awarded for an individual's outstanding contribution to the growth and development of Indian cinema. The award includes a Swarna Kamal medallion, a shawl and a cash prize of 10 lakh. ഇത് നമ്മുടെ ഒരു ചോദ്യമായിരുന്നു. Ministry of Information. Mohanlal, an acclaimed Indian actor, producer, director and playback singer who is the recipient of the award. അപ്പം നമുക്കൊരു ഷോർട്ട് സമ്മറി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബ്രീഫിംഗ് ഡോക്യുമെന്റ് നോക്കാം. എക്സിക്യൂട്ടീവ് സമ്മറി. നമ്മൾ എന്താന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്താന്നുള്ളതിന്റെ ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അവാർഡ് ഈസ് ഇന്ത്യസ് ഹയസ്റ്റ് ഓണർ ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമ. 1969 contribution for this and this components. What are all the components? നമ്മുടെ ഒരു ചോദ്യമായിരുന്നത്, എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയന്റ് ആരാന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മോഹൻലാൽ. ഫ്രം ദ അടിപൊളി ബ്യൂട്ടിഫുൾ ലാൻഡ് ഓഫ് കേരള ടു ഓഡിയൻസസ് വേൾഡ് വൈഡ്. എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം അല്ലേ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള പിന്നെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെയുള്ള കമന്റ്സ് ആണ് എഴുതി വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഉണ്ട്. മോഹൻലാൽസിന്റെ റെസ്പോൺസും ഉണ്ട്, അദ്ദേഹത്തിന്റെ റെസ്പോണ്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് ഒരു ചെറിയ സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും കിട്ടിയതും എത്ര നാഷണൽ അവാർഡ് ഏതൊക്കെ സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സെലക്ഷൻ കമ്മിറ്റി വരുന്നത് മിഥുൻ ചക്രവർത്തി, ശങ്കർ മഹാദേവൻ ആൻഡ് ആശുതോഷ് ഗോവാരിക്കർ. ഈ ഒരു 3 പേർ ചേർന്നാണ് 2023 സെലക്ഷൻ കമ്മിറ്റി പാനൽ ഉണ്ടാക്കിയത്. പ്രൊഫൈൽ. ദാദാ സാഹേബ് ഫാൽക്കെയുടെ പ്രൊഫൈൽ, ഒരു ചെറിയ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ ലെഗസിയും അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള സിനിമയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം എവിടെയൊക്കെ പഠിച്ചു, അദ്ദേഹത്തിന് ഏതൊക്കെ ഹോണറി അവാർഡ് കിട്ടി എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ നാഷണൽ അവാർഡിലെ പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ്, പിന്നെ അതിന്റെ ക്യാഷ് മണി പ്രൈസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. കുറച്ചും കൂടി വേഗതയിൽ പോകാം നമുക്ക്. ഓക്കെ, ഇത് നാഷണൽ അവാർഡ് ഡീറ്റെയിൽസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 2 റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബിയോണ്ട് ദ കാർപ്പറ്റ് 5 സർപ്രൈസിങ്. ഇതെന്താണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്? Beyond the red carpet, 5 surprising truths about India's highest cinema honors. Okay. One of the most common points of confusion in Indian cinema is the existence of prominent award bearing the Dada Saheb Phalke name, which they sound similar. They are, fundamentally different. So, രണ്ട് അവാർഡ് പറയുന്നുണ്ടെന്ന്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആൻഡ് ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം അവാർഡ്. 2 ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ശങ്കർ മഹാദേവൻ, ആശുതോഷ് ആൻഡ് മിഥുൻ ചക്രവർത്തി. ഓക്കെ, അപ്പൊ നമ്മള് സിംപിളി 10 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഓൾമോസ്റ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വിസ് ബേസ്ഡ് ഓൺ യുവർ സോഴ്സ് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം.
ഓഡിയോ, ക്ലിക്ക് ഓൺ ഓഡിയോ ഓറിയോ. ഓഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ഒരു ഓഡിയോ ആയിരിക്കും ക്രിയേറ്റ് ആവുക. നമ്മൾ ഓൾറെഡി വേരിയസ് ആയിട്ടുള്ള റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്ലാഷ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കും, അതിൻ്റെ ആൻസറും ഫ്ലിപ്പ് ചെയ്ത് കാണിക്കും. നമുക്ക് അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. എന്തൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അതെല്ലാം ഇവിടെ ആഡ് ആവുകയാണ് സ്റ്റുഡിയോയിൽ. അതിനുശേഷം അത് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ 15 സോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഈ സ്റ്റുഡിയോയിൽ. റിപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. മൈൻഡ് ട്രീയും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഉള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാനും കഴിയും. നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. സോ ദാദാ സാഹിബ് ഫാൽക്കെയുടെ മെയിനായിട്ട് നമ്മൾ വിക്കിപീഡിയയിലാണ് നോക്കുന്നത്. വിക്കിപീഡിയ അല്ലാതെ അതിനെ റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ടൈപ്പിംഗ് എന്നുള്ള എഴുതിയിരിക്കുന്നതിന് താഴെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നത്. ഹൗ ഡു ദ അവാർഡ്സ് ഒറിജിൻ ആൻഡ് നെയിമിംഗ് റിഫ്ലെക്ട്സ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ഇന്ത്യൻ സിനിമ. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇതിവിടെ ടൈപ്പ് ആവുകയും അതിനുള്ള ഉത്തരം ഈ ഡേറ്റ സോഴ്സിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഇവിടെ നമുക്ക് തയ്യാറാക്കി കിട്ടുന്നതാണ്. കണ്ടില്ലേ, ദ ഒറിജിൻ ആൻഡ് നെയിമിംഗ് ഓഫ് ദ award powerfully reflects its immense significance as the highest recognition. The award is named after this. The name convention established the authority. First feature film ഏതാണ്, ഹയസ്റ്റ് ഹോണർ ആണ്. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കി ഇതിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. നമുക്കിതൊന്ന് ചോദിച്ചു നോക്കാൻ വേണമെങ്കിൽ കമ്പയർ മോഹൻലാൽസ് വർക്ക് ലാംഗ്വേജ് അച്ചീവ്മെന്റ്. ഇത് നമ്മൾ ഓൾറെഡി ഒരു സോഴ്സ് ആക്കി എടുത്തിട്ടാണ് നമുക്ക് നമ്മൾ ഡേറ്റ സോഴ്സ് എല്ലാം കൊണ്ടുവന്ന് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഞാനത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. നോക്കാം നമുക്ക് ഇതിന് ഉത്തരം കിട്ടുമെന്നുള്ളത്. മസ്റ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ സെലക്ഷൻ ഓഫ് മോഹൻലാൽ ഫോർ award for the year 2023 underscore his monumental and multi-faceted contribution perfectly with the criteria set by prior awardees. Highest honor ആണ് outstanding contribution to the growth and development of Indian cinema. Breadth and longevity career. ശരിക്കും 50 വർഷം ഫിഫ്ത്ത് ഡിക്കേഡാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. 1980s കൊണ്ടുണ്ട് അദ്ദേഹം. ഹി ആക്ടഡ് ഇൻ മോർ ദാൻ 350 ഫിലിംസ്. കറക്റ്റാണ്. പിന്നെ വെർസറ്റൈൽ ആൻഡ് ആർട്ടിസ്റ്റിക് റേഞ്ച്, കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിനെ. ക്യാരിങ് എ ഗിഫ്റ്റ് ഓഫ് ഡിസപ്പിയറിംഗ് ഇൻ ടു ഹിസ് കരിയർ, അല്ലെ, വാനപ്രസ്ഥം, ഭരതം, എല്ലാം ഇതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊന്നും അറിയാതെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കിട്ടുന്നുള്ളതാണ്. നമുക്ക് ചോദിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ സോഴ്സ് പ്രകാരമുള്ളതിന്റെ എല്ലാ ഉത്തരവും കിട്ടുന്നുണ്ട്. എന്തൊക്കെ റീസൺ ആണ് ലാലേട്ടനെ സെലക്ട് ചെയ്തെന്നുള്ളതിന്റെ റീസൺ ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ. പാൻ ഇന്ത്യൻ ഇൻഫ്ലുവൻസ്, മൾട്ടിലിംഗ്വൽ, 5 ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ. റിമാർക്കബിൾ പെർഫോമൻസ് ഇൻ തെലുഗു, തമിഴ്, കന്നഡ ആൻഡ് ഹിന്ദി അഡീഷൻ ടു മലയാളം. മേജർ റോൾ ഇൻ അതർ ഇൻഡസ്ട്രി, കമ്പനി ഇവിടെ റെഫർ ചെയ്യപ്പെടുന്നുണ്ട്. ജനത ഗാരേജ് തെലുഗു മൂവി റെഫർ ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. ഹൈ നാഷണൽ റെക്കഗ്നേഷൻ ആൻഡ് സ്റ്റാർ, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. സിവിലിയൻ ഹോൺ, പത്മശ്രീ, എല്ലാം കിട്ടിയിട്ടുണ്ട്. നീ കിട്ടാൻ എന്തിലാലും എന്താ ബാക്കിയുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് കിട്ടിയതിന് ശേഷം 2004 ശേഷം 21ാമത്തെ വർഷം, അല്ല 20 വർഷം, ബേസിക്കലി പറഞ്ഞ 2021 എന്ന് പറയുമ്പോൾ 19 വർഷം അല്ലെങ്കിൽ 20 വർഷം ശേഷമാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. വേറൊരു ചോദ്യം ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് സെലക്ഷൻ കമ്മിറ്റി? അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ആരാണ് സെലക്ഷൻ കമ്മിറ്റി, അതിന്റെ പ്രോസസ്സും. ക്യാഷ് പ്രൈസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈസ് അവാർഡ് ഓൾവേസ് ഗിവൺ എവറി ഇയർ, അത് എല്ലാ വർഷവും ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എക്സെപ്ഷൻ ഒന്നുമില്ല. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദ അവാർഡ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വാട്ട് ആർ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ റിസീവിംഗ് ദ അവാർഡ്? എലിജിബിലിറ്റി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അതിന്റെ വെർസലിറ്റിയും അതിന്റെ എത്ര ഡിക്കറ്റ്സ് വർക്ക് ചെയ്യുന്നുള്ളതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തത്. വാട്ട് ഈസ് ഒറിജിൻ ഓഫ് ദിസ്, അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ അടിച്ചു നോക്കാം. വേണമെങ്കിൽ വാട്ട് ഈസ് ഒറിജിൻ അല്ല, വാട്ട് ആർ ദ എലിജിബിൾ ക്രൈറ്റീരിയ ഫോർ റിസീവിംഗ് ദിസ്. ഞാൻ കൺട്രോൾ വി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എൻ്റർ ചെയ്ത് നോക്കാം. Primary eligibility criteria, contribution. General eligibility criteria, personhood, residency. Okay. Award recognition and contribution eligibility criteria implies that the award is reserved for those whose lifetime achievements merit the highest national recognition. Okay. A sure cash prize of important distinction. It is crucial to note that this distinction from this or under award and different, right?
ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ചില ഇതുണ്ടല്ലോ, നമുക്കൊന്ന് നോക്കാം. സിനിമ ഫ്ലാഷ് കാർഡ് ആദ്യം നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത ഫ്ലാഷ് കാർഡിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളത്. സിനിമ ഫ്ലാഷ് കാർഡ്സ്. ഓക്കെ. സോ ഞാനത് ഫുൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. സിനിമ ഫ്ലാഷ് കാർഡ് ബേസ്ഡ് ഓൺ 11 സോഴ്സസ്. നമ്മൾ ആഡ് ചെയ്ത സോഴ്സിനെ ബേസ് ചെയ്ത് വാട്ട് ഈസ് ഹയസ്റ്റ് റെക്കഗ്നിഷൻ ഇന്ത്യൻ സിനിമ അവാർഡ് ആനുവലി ബൈ ഇത് നമുക്ക് ഒരു 60 ചോദ്യം നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നോട്ട്ബുക്ക് എല്ലാം നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നടുക്ക് ഇതിലോട്ട് തന്നെ ക്ലിക്ക് ചെയ്യാന്നുണ്ട്, അതിന്റെ ഉത്തരം കിട്ടും. ദാദാ ഫാൽക്കെ. ഓക്കെ. നെക്സ്റ്റ് ഇയർ ഹു വാസ് അനൗൺസ്ഡ് ആസ് റെസിപ്പിയന്റ് ഓഫ് ദ അവാർഡ് ഇൻ ദ ഇയർ 2023? മോഹൻലാലാണ് അല്ലേ? അപ്പൊ ഇതുപോലൊരു ഇതിപ്പോ രണ്ടെണ്ണം നമ്മൾ നോക്കില്ല, ഇതുപോലെ ഒരു 60 റാൻഡം ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരവും നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് ഫ്ലിപ്പ് ആകും. ഈ കാർഡ് ആ ഉത്തരം കിട്ടും. നെക്സ്റ്റ് ഇയർ വാട്ട് ഈസ് ദ ക്യാഷ് പ്രൈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫാൽക്കെ അവാർഡ്? 15 lakh. To be eligible for the 71th film must be certified the CBSE between which 2 dates? സോറി, നടുക്ക് ക്ലിക്ക് ചെയ്യാം. 2023 ജനുവരി തൊട്ട് 2023 ഡിസംബർ 31 ഡിസംബർ വരെ. അപ്പോൾ അതിന്റെ ടെന്യൂർ അതാണ്. അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻ ഫോർ ദ നാഷണൽ ഫിലിം അവാർഡ് വാട്ട് മസ്റ്റ് ഓൾ സബ്മിറ്റഡ് ഫിലിംസ് ക്യാരി? ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. ഐ ഡോണ്ട് തിങ്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് എനിക്കറിയില്ല ഇത് ഇത്രയും കറക്റ്റ് ആണ് എന്താണ്. നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുക്കാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യം ഇവിടെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സി, ഐ എം റിവ്യൂവിംഗ് ദ ഫ്ലാഷ് കാർഡ് ബേസ്ഡ് ഓൺ സോഴ്സ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻ ഫോർ ദ നാഷണൽ അവാർഡ് വാട്ട് മസ്റ്റ് ഓൾ സബ്മിറ്റ്. ഓക്കെ, അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ക്വയറി ആയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് the rule mandating English subtitle for all submitted film is a fundamental requirements. ഓക്കെ, അത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടാവണം സബ്മിറ്റ് ചെയ്യുന്നതിന്. അതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അതിന്റെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത്, എലിജിബിൾ ആവുന്നതിനുള്ള ആ ക്രൈറ്റീരിയ എന്നവർ പറഞ്ഞത്. അത്രേ ഉള്ളൂ. പർപ്പസ് ആൻഡ് ക്വാളിറ്റി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു സോഴ്സ് നമ്മൾ ഒരു 10 ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസ്കവർ ചെയ്ത് സോഴ്സ് ഉണ്ടാക്കി നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആസ് എ നോട്ട്ബുക്ക് ഇവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ബാക്ക് ടു സ്റ്റുഡിയോയിലേക്ക് വരാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്. സിനിമ ഫ്ലാഷ് ബുക്ക് അല്ലാതെ ഒരു എന്തോരം പറയുന്ന ഒരു മൈൻഡ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് ഫുൾ സ്ക്രീനിലാണ് കാണുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ 71st നാഷണൽ അവാർഡ്, ഹയസ്റ്റ് ഓണറാണ്, ലാലേട്ടനാണ് കിട്ടിയത്. പിന്നെ ചില റെഗുലേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ഇതൊരു മൈൻഡ് ട്രീ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ റൈറ്റ് ആരോ കാണിക്കുന്നത് അത് ഫർദർ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു ട്രീ ആയിട്ട് പോകാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യം ക്ലിക്ക് ചെയ്താൽ മതി. പർപ്പസ് ആൻഡ് ലെഗസി അല്ലെങ്കിൽ അവാർഡ് കമ്പോണൻസ് എന്തോ എന്നുള്ളത്, റെസിപ്പിയന്റ് ആൻഡ് നോട്ടബിൾ ഏതാ അതിന്റെ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആ ചാറ്റിൽ വരും. സോ ഫോർ എക്സാമ്പിൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ നോക്കുന്നത്. 71st നാഷണൽ അവാർഡ് റെഗുലേഷൻ എലിജിബിലിറ്റി സബ്മിഷൻ ജൂറി സ്ട്രക്ചർ. മേ ബി നമുക്ക് ജൂറി സ്ട്രക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത് നോക്ക്, ഡിസ്കസ് വാട്ട് ദീസ് സോഴ്സസ് സേ അബൌട്ട് ജൂറി സ്ട്രക്ചർ ഇൻ ദ ലാർജസ്റ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ്. അപ്പം നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാ വരുന്നത് റിസൾട്ട്. ഇപ്പം മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഈ മൈൻഡ് ട്രീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. സോഴ്സ് പ്രൊവൈഡ് എക്സ്റ്റൻസീവ് ഡീറ്റെയിൽസ് ഓൺ ദ സ്ട്രക്ചർ. ജൂറീസ് ആർ കമ്പോസ്ഡ് ഓഫ് പേഴ്സൺസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമ. സിനിമയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം അല്ലെ. അപ്രൂവ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അടിപൊളി സംഭവമാണ് അല്ലേ. അതിന്റെ ജൂറിയിൽ ഇരിക്കേണ്ടവർക്കുള്ള ക്രൈറ്റീരിയ എന്തോ എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പം ആലോചിച്ച് നോക്കുക, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗൂഗിൾ എന്തിനാ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നത് ഈ വെബ്സൈറ്റ് എന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ്. സിനിമ. അപ്പം മൈൻഡ് മാപ്പ് നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഫ്ലാഷ് കാർഡ് നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. ഇനിയുള്ളത് ഏതാണ്? ഇനിയുള്ളത് ഓഡിയോ മാത്രമാണ്. വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല, അത് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ഇത് നമ്മുടെ വീഡിയോ ഷെയറിൽ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കറിയില്ല. Welcome to the Deep Dive, where we use your source material to cut straight to the core of what matters. And today we're digging into something really prestigious in Indian cinema. We're looking at the National Film Awards, specifically India's highest film honor. The absolute pinnacle, yeah. That is a FEC award or the DPA. And the big news, the hook for this dive, is that the 2023 DPA has just been announced for Mohan. That's right, the legendary actor, director, producer. Huge news. He's getting it for his iconic contribution over his entire career. It's massive. The award ceremony itself isn't until next year, September 2025, for the 71st National Film Awards, but the announcement's out. And to really get the weight of this, you need to understand what the DPA actually is. It's got quite a history. Exactly. It's not just another trophy, is it? Not at all. It's the highest honor, period. Started back in 1969. And the key... അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ഓവറാണിത്.
വോയിസ് ഓവർ എന്ന് പറയാനൊക്കത്തില്ല, ഒരു ഓഡിയോ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്. ഐ തിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടെ വരുവാണല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതൊന്ന് ക്യാൻസൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ വീണ്ടും ജനറേറ്റ് ചെയ്യുകയാണ്. സോ 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ഡിസ്കഷൻ, ഒരു പോഡ്കാസ്റ്റ് പോലെ ഒരു ഡിസ്കഷൻ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ്, ഓട്ടോമാറ്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന ഉണ്ടാക്കിയതാണ്. നമുക്കിത് ഈവൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഈ വോയിസ് ഓവർ. അതിനുശേഷം നമുക്ക് വാട്സാപ്പിലൊക്കെ ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു, ദാദാ സാഹിബ് ഫാൽക്കെ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ 11 സോഴ്സും നമ്മൾ ഇതുവരെ ചാറ്റ് ചെയ്ത് ഡീറ്റെയിൽസും ഉണ്ടാക്കിയ റിപ്പോർട്ടും എല്ലാം വരും. ചാറ്റ് വരത്തില്ല, കാരണം അത് ചാറ്റ് എന്ന് പറയുന്നത് അവർ സ്റ്റോർ ചെയ്യത്തില്ലെന്ന് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചാറ്റ് സേവ് ആവത്തില്ല. അത് പെട്ടെന്ന് ക്വറി ചെയ്യുക, അതിൻ്റെ റിസൾട്ട് കിട്ടുക. വേണമെങ്കിൽ ആഡ് ടു നോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് വന്ന നോട്ട് ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു നോട്ടായിട്ട് ഇരിക്കും. ബാക്കപ്പ് ചെയ്ത് സേവ് വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് റിഫ്രഷ് ആയിപ്പോകും. ബാക്കി നോട്ട്ബുക്കിലുള്ള സോഴ്സും അതിൻ്റെ കണ്ടന്റ്സും റൈറ്റ് സൈഡിൽ നമ്മൾ ഉണ്ടാക്കിയ റിപ്പോർട്ട്സ് എല്ലാം അത് വഴി കിടപ്പുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഈ സാധനം തന്നെ നമുക്ക് ഇവിടെ കണ്ട് ഈ റൈറ്റ് സൈഡിൽ ഈ കോപ്പി കണ്ടന്റ് വിത്ത് ഫോർമാറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ന്യൂ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ V ചെയ്യാം. അപ്പോൾ ആ കണ്ടന്റ് അവിടെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാവുന്നതാണ്. ബ്രീഫിംഗ് ഡോക്യുമെന്റ് 71st നാഷണൽ അവാർഡ്, നമ്മൾ അവിടെ വായിച്ച സാധനം തന്നെ നമുക്കിവിടെ ഒരു ഡോക്യുമെന്റ് ആയിട്ടോ PDF ആയിട്ടോ എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെലക്ഷൻ കമ്മിറ്റി നമ്മളിതെല്ലാം വായിച്ചാണ്. ലെഗസി, നോട്ടബിൾ ഫിലിംസ് എക്സെട്ര. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസേജ് എന്തോന്ന് അറിയാത്തവർക്ക്, നോർമലായിട്ട് നമ്മൾ ChatGPT യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഈ സാറിന് ഇവിടെ വന്നിങ്ങനെ റിസർച്ച് പേപ്പറിൽ അങ്ങനെ നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ്ഡ് കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. നമ്മൾ സിമ്പിളായിട്ട് 10 ക്വയറീസുമായിട്ടാണ് വന്നത്. അതിന് മാക്സിമം ആയിട്ടുള്ള ഉത്തരങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കിട്ടാത്ത സാധനം നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അത് പക്ഷേ ടെമ്പററി ആയിരിക്കും. അത് ഇവിടെ ഈ ഡോക്യുമെന്റ് ആയിട്ട് ഇവിടെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് നോട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ചെയ്ത് അത് കണ്ടന്റ് കോപ്പി ആയിട്ട് ഇവിടെ സേവ് ആയി മാറുകയും ചെയ്യും. ഇത് ഓഡിയോ ഉണ്ട്, വീഡിയോയുടെ ഡിസ്കഷൻ ഉണ്ട്, അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. റിപ്പോർട്ട് ഏത് തരത്തിലുള്ളതൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഫോർമാറ്റിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ആക്കാൻ കഴിയും. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ലാംഗ്വേജിലും വേണമെങ്കിലും അതിന്റെ ചില അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അതിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ സ്റ്റഡി ഗൈഡ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് എ ഫോർമൽ കോമ്പറ്റേറ്റീവ് റിവ്യൂ ഓഫ് ദിസ്, അതൊന്നും ആവശ്യമില്ല. മലയാളം അടിച്ചു നോക്കാം. മലയാളം ഉണ്ടോ ഇതിൽ? മലയാളം ഉണ്ടാവണം, കണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മലയാളം ഇല്ലേ? നാറ്റിക്കോ? മലയാളം അല്ലേ? ഡിസ്ക്രൈബ് ദ റിപ്പോർട്ട് യു വാണ്ട് ടു ക്രിയേറ്റ്. അപ്പം വേണമെങ്കിൽ വാട്ട് ഇസ് എലിജിബിൾ ക്രൈറ്റീരിയ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചു നോക്കാം, മലയാളത്തിൽ അടിച്ചു നോക്കാം. അപ്പോൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അടിക്കുന്നുണ്ട്, ഇത് വരട്ടെ, ജനറേറ്റ് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട്. അപ്പം മലയാളത്തിൽ എന്തോ അടിച്ചു വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ 2 ചോദ്യമാണ് ഇപ്പോൾ ഇതിൽ ചോദിക്കുന്നത്, പക്ഷെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ ആയാലും സമ്മറൈസ് ചെയ്ത് വരും. വാട്ട് ആർ ദ എലിജിബിൾ ക്രൈറ്റീരിയ ആൻഡ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് വാട്ട്. സോ ഓവറോൾ നിങ്ങൾ ഈ നോട്ട്ബുക്ക് എല്ലാം നോക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഈവൻ എ സിംഗിൾ വേർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കത് ഡിസ്കവർ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഡിസ്കവറി ക്ലിക്ക് ചെയ്യുക, ആ വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 10-20 സോഴ്സ് ഫയൽ ഇവിടെ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ ഓരോ റിപ്പോർട്ട് തുറന്നു നോക്കാതെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ആ റിപ്പോർട്ടിനെ ഈ സോഴ്സ് ഫയലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓഡിയോ ആണെങ്കിൽ ഓഡിയോ റിവ്യൂ ഉണ്ടാക്കാം, വീഡിയോ റിവ്യൂ ഉണ്ടാക്കാം. ചില ലിമിറ്റ് ഉണ്ട്. ഇത് എൻ്റേതുള്ള ഫ്രീ അക്കൗണ്ടാണ്, ഞാൻ പെയ്ഡ് അക്കൗണ്ടല്ല എടുത്തിരിക്കുന്നത്. ഫ്രീ അക്കൗണ്ടിൽ തന്നെ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ആഡ് സോഴ്സ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ എനിക്ക് തോന്നുന്നു മാക്സിമം 50 ഫ്രീ അക്കൗണ്ടിൽ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മളൊരു കണ്ടന്റ് കോപ്പി ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം അതൊന്ന് 10 എണ്ണം ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ചെയ്തു. സോ ടോട്ടലി 11 ഇവിടെ കാണിക്കുന്നത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കളർ പ്രോഗ്രസ് ബാർ കാണിക്കുന്നതനുസരിച്ച് 11 ഉണ്ട് ഔട്ട് ഓഫ് 50. എനിക്കൊന്ന് പെയ്ഡ് വെർഷനിൽ 200-300 ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വാസ്റ്റ് ആയിട്ട് ഇതിനെ സീരിയസ് ആയിട്ട് റിസർച്ച് പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് സോഴ്സ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ട് ചെയ്യാം. പലതരത്തിലുള്ള ഇമ്പോർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ ഡോക്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റെഫറൻസ് കൊടുക്കാം, ഗൂഗിൾ സ്ലൈഡ്, അല്ലെങ്കിൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് വെർഷനോ ഓഡിയോ ബുക്കോ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡിസ്കവറി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് അടിച്ചു കൊടുത്താൽ മതി.
അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും PDF അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്തെങ്കിലും ഈ ഫോർമാറ്റ് PDF ടെക്സ്റ്റോ അല്ലെങ്കിൽ ഓഡിയോ MP3 എന്തോ ആയിക്കോട്ടെ സപ്പോർട്ട് ആയിട്ടുള്ളത് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആ സോഴ്സ് വരെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ട് ആവും. അത് ഇമ്പോർട്ട് ആയതിനു ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ചോദിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് എത്ര ടൈം എടുക്കും ഇത് റിപ്പോർട്ട് ഉണ്ടാക്കാൻ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ മലയാളത്തിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് യോഗ്യതാ മാനദണ്ഡങ്ങളും ഘടകങ്ങളും. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉന്നതവും അഭിമാനകരമായ ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. പുരസ്കാരത്തിനുള്ള യോഗ്യതാ മത്സരങ്ങൾ, മാനദണ്ഡങ്ങൾ, സിനിമയുടെ വളർച്ചയ്ക്കുള്ള സംഭാവന, ആജീവനാന്ത നേട്ടം, വിശാലമായ പ്രവർത്തന മേഖല, ഇതെല്ലാം മലയാളത്തിൽ വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് വേർഡിൽ കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ചോദ്യം ചോദിച്ചുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് വന്നു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നു പറയാൻ. ഞാൻ നോട്ട്ബുക്ക് റീസെൻ്റ്ലി ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പല കേസിലും ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്കതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതെങ്ങനെ ഫ്രീ അക്കൗണ്ടായി മാറി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ പെയ്ഡ് ആക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ഉപകാരപ്പെട്ട ഒരു റിസർച്ച് പോർട്ടലായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഈ തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പലതരത്തിലുള്ള സ്റ്റുഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.